നമസ്കാരം. കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥരുടെ ആവശ്യമില്ല എന്ന മുൻ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് ഇപ്പോഴും ഇന്ത്യ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദീർഘകാലമായി നിലനിൽക്കുന്ന കശ്മീർ തർക്കത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ട്രംപിന്റെ വാഗ്ദാനത്തെ സ്വാഗതം ചെയ്യുകയും അതിനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയും നന്ദി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഇക്കാര്യത്തിൽ മൂന്നാമതൊരു കക്ഷിയുടെ മധ്യസ്ഥത ആവശ്യമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കശ്മീരിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട്. ഒരേ ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. പാക് അധീന കശ്മീർ തിരികെ വേണം. മറ്റൊന്നും സംസാരിക്കാനില്ല. ഭീകരരെ കൈമാറുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുകയാണെങ്കിൽ അതിലും ചർച്ചയാകാം. ആരും മധ്യസ്ഥത വഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആരുടെയെങ്കിലും മധ്യസ്ഥത ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രൂക്ഷമായ സംഘർഷത്തിനൊടുവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്തിയതിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വ്യാപാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കശ്മീരുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരം നൽകാൻ പ്രവർത്തിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് വാഗ്ദാനം ചെയ്തിരുന്നു. അതേസമയം പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ തുടർന്ന് നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള നഗരങ്ങളിൽ വീണ്ടും സ്ഫോടനങ്ങളുടെ ശബ്ദം മുഴങ്ങി. പാകിസ്ഥാൻ നടത്തിയ ആവർത്തിച്ചുള്ള വെടിനിർത്തൽ ലംഘനങ്ങളെ ഇന്ത്യൻ സായുധ സേന ശക്തമായാണ് നേരിട്ടത്. അതേസമയം നിലവിലെ ആക്രമണം അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് മനസ്സിലാക്കിയതിന് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേതാക്കളെ പ്രശംസിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ട്രൂത്ത് സോഷ്യലിൽ ഇരു രാജ്യങ്ങളുടെയും നേതാക്കളെ പ്രശംസിച്ച് ട്രംപ് പോസ്റ്റ് ഇടുകയും ചെയ്തു. കൂടാതെ ഇരു രാജ്യങ്ങളുമായും വ്യാപാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടത് ഫൈറ്റർ ജെറ്റുകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു. ഇന്ത്യ നിരവധി ആക്രമണങ്ങളെ നിർവീര്യമാക്കിയെങ്കിലും പാകിസ്ഥാൻ 26-ലധികം സ്ഥലങ്ങളിൽ വ്യോമമാർഗം നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നു. ഉധംപൂർ, ഭുജ്, പത്താൻകോട്ട്, ബട്ടിൻഡ എന്നിവിടങ്ങളിലെ വ്യോമസേനാ താവളങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തു. അതേസമയം വ്യോമസേനയുടെ F-16 സൂപ്പർസോണിക് യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ടതായും ഉന്നത സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു.